ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, നമ്മൾ അറിയുന്നു. സ്തോത്രം. ഏറെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗം. ഒരുപക്ഷെ എല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണെങ്കിലും ഇന്ന് പകൽ ചെറിയൊരു ചിന്ത ഓർപ്പിച്ച് അടുത്ത ദിവസങ്ങൾ നമുക്ക് ഈ ഭാഗം വളരെ വിശദമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ ഇന്ന് പകൽ വളരെ വേഗം ചില ചിന്തകൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. ലോകത്തിൽ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദോഷം, ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുമ്പോൾ ക്രൂശാണ്. നമുക്കറിയാം, ലോകത്തിൽ കടന്നു വന്ന് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്ത, അനേക ആലംബഹീനരായ ആളുകളെ സൗഖ്യമാക്കിയ, വേദനിക്കുന്നവരുടെ വേദന ഒപ്പിയെടുത്ത, കണ്ണുനീരൊഴുക്കിയവരുടെ കണ്ണുനീരിനെ തുടച്ച, രോഗികളെ സൗഖ്യമാക്കിയ, കുഷ്ഠരോഗികളെ തൊട്ട് ബലം കൊടുത്ത, ആമേൻ, കുരുടന് കാഴ്ച കൊടുത്ത, ചെകിടന് കേൾവി കൊടുത്ത, മനസ്സ് തകർന്നവരെ വിടുവിച്ച യേശു കർത്താവിനെ, ആമേൻ, യാതൊരു ദയവുമില്ലാതെ ആ ക്രൂശിൽ പീഡിപ്പിച്ച് കൊല്ലുവാൻ പിശാച് പദ്ധതി ഒരുക്കിയപ്പോൾ ഇന്ന് പകൽ ദൈവമക്കൾ ഓർക്കുക, ആ ക്രൂരതയ്ക്ക് മുമ്പിൽ സാമൻ പ്രകൃതി പോലും ഇരുട്ടോടെ അതിനോട് പ്രതികരിച്ചു. അന്ധകാരം അവിടെ മുഴുവൻ മൂടി. ആ അന്ധകാരത്തെ പ്രകൃതി പോലും ലോകത്തിന് മുമ്പിൽ തന്റെ വേദനയായി കാണിച്ചു കൊടുത്ത വേദനിപ്പിക്കുന്ന സാഹചര്യം. എന്നാൽ അതിനെ നന്മയ്ക്കാക്കി മാറ്റിയവനാണ് ഇന്ന് പകൽ ഞാൻ സേവിക്കുന്ന കർത്താവ്. ആ വേദനയെ, ആ വേദനയുടെ അനുഭവത്തെ നമ്മുടെ വീണ്ടെടുപ്പിന് മുഖാന്തരമാക്കി മാറ്റി ഇന്ന് പകൽ ഇവിടെ ആരാധിക്കത്തക്കവണ്ണം വീണ്ടെടുപ്പിന്റെ വിലയായി കർത്താവ് കാൽവറിയിൽ മരിച്ചതിനെ നന്മയാക്കി സ്വർഗം രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഞാൻ ഇന്ന് പകൽ പ്രിയ ദൈവജനത്തോട് ഓർപ്പിക്കാം, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി, നിങ്ങളൊന്നായിരിക്കുന്ന അനുഭവം, നിങ്ങളായിരിക്കുന്ന ഇരുട്ടിന്റെ തലത്തെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ പകൽ സ്വർഗത്തിലെ ദൈവമെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തോത്രം. ആധുനിക ലോകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം എത്രമാത്രം സുഖത്തോടെ ജീവിക്കുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ ആധുനികമായ സജ്ജീകരണങ്ങളെല്ലാം മനുഷ്യൻ ഒരുക്കിക്കൊണ്ട് ആമേൻ ജീവിതത്തെ സുഖപ്പെടുത്തുവാൻ, സുഖപ്രദമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത്രത്തോളം പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രമാത്രം ആമേൻ നമ്മുടെ ജീവിതം സുഖപ്രദമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രതികൂലത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാ. ഒന്ന് നമ്മൾ പരിഹരിച്ചു വരുമ്പം അതിനേക്കാൾ വലുത് അതിന് മുമ്പിൽ വരുന്നു. അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ വലുതാണ് നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വചനത്തെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവപൈതൽ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കും, എങ്ങനെ പ്രശ്നങ്ങളോട് പ്രതികരിക്കും, എന്താണ് നമ്മുടെ പ്രതികരണം, എങ്ങനെ നമ്മൾ പ്രതിസന്ധികളെ ജയിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനം ഉറപ്പോടെ നമ്മോട് പറയുന്നു, സകലതും നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് ധൈര്യത്തോടെ വിശ്വസിക്കാൻ കഴിയും? ഈ വാക്യം ദൈവമക്കൾ ആമേൻ ആഴത്തിലൊന്ന് വായിക്കണം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എല്ലാവരും ആ വാക്യം നിർത്തട്ടെ, എല്ലാവരും ബൈബിളും തുറന്നാട്ടെ. സ്തോത്രം. ഇതുവരെ ബൈബിൾ തുറക്കാത്ത ആളുകൾ ഒരുപക്ഷെ കണ്ടേക്കാം. നിങ്ങൾ എല്ലാം ബൈബിൾ തുറന്നിട്ട് ആ വാക്യം ഒന്ന് ചേർന്നൊന്ന് വായിച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ചൊന്ന് വായിക്കാം. ആമേൻ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28 എന്ന് വായിച്ചാട്ടെ. 28ാമത്തെ വാക്യം വായിച്ചാൽ മതി. എല്ലാവരോടും ചേർന്ന് വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആമേൻ, ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണെന്നാണ് റോമാലേഖനം 8-ാം അധ്യായം ഈ വാക്യത്തെ ആമേൻ വേദശാസ്ത്രികൾ കാണുന്നത്. 8-ാം അധ്യായം വേദപുസ്തകത്തിൽ തന്നെ അതിമനോഹരമായ, അതിഗാംഭീര്യം നിറഞ്ഞ, അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമായി വേദശാസ്ത്രികൾ കരുതപ്പെടുന്നു. കാരണം അത്രമാത്രം മനോഹാരിതയുണ്ട്. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതൊരു വാഗ്ദത്തമാണ്, ഒരു പ്രോമിസാ. ഇന്നലെ രാത്രി നമ്മൾ കേട്ടതുപോലെ ഇതൊരു പ്രോമിസാ. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കാക്കി ദൈവം മാറ്റും. ഞാനിന്ന് പകൽ ഓർപ്പിക്കാം, ശത്രു ഏത് പദ്ധതി ആസൂത്രണം ചെയ്താലും നമ്മളെ തളയ്ക്കാൻ, നമ്മളെ ആമേൻ പലയിടത്തും ഉടച്ചു കളയുവാൻ, ഏതെല്ലാം രീതിയിൽ ശത്രു എന്തെല്ലാം ആസൂത്രണം ചെയ്താലും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് അതിനെ സ്വർഗം റിവേഴ്സ് ആക്കി മാറ്റി നന്മയാക്കുമെന്ന്.
വിശ്വസിക്കാൻ കരുത്തുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങളെ തകർക്കാൻ ഏത് പദ്ധതി ഒരുക്കിയാലും, ഉടയ്ക്കാൻ ഏത് പ്ലാൻ ഒരുക്കിയാലും അതിനെ സ്വർഗം മാറ്റിയിട്ട് നന്മയ്ക്കാക്കി മാറ്റുന്നൊരു ദൈവമാണ് ഈ പകൽ. സ്വർഗത്തെ ആരാധിക്കുന്ന ദൈവം ഇതിനോട് ദൈവത്തിന്റെ വാഗ്ദത്തം കൈമാറുകയാ. ഭാരപ്പെട്ട വിഷയമായിട്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നത്. സ്വർഗം പറയുന്നു നന്മയ്ക്കാക്കി ദൈവം ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാ. ഒരുപക്ഷെ നിങ്ങളത് ഇന്ന് മനസ്സിലാക്കുന്നില്ലായിരിക്കാം. അടുത്ത ദിവസം നിങ്ങൾക്കത് ഗ്രഹിപ്പാൻ കഴിയോ? ഇത് നന്മയാക്കി സ്വർഗം മാറ്റോ. ദൈവത്തിന് സ്തോത്രം. ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യന് ആമേൻ തന്റെ വീട്ടിൽ 2 ആൺമക്കളുണ്ട്. അതോടൊപ്പം ചില കുതിരകളുണ്ട്, മനോഹരമായ കുതിരകൾ. ആ കുതിര ആമേൻ ആ നാട്ടിലുള്ളവരെല്ലാം ആ കുതിരയെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ ഇഷ്ടമാണ്. ആ വീട്ടിൽ കടന്നു വരും. അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ള, ദൈവത്തിൽ ആശ്രയമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഒരു ദിവസം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി. ഈ കുതിരകൾ വീട് വിട്ടുപോയി. ഒരു ദിവസം കണ്ടില്ല, കുതിരയെ കണ്ടില്ല. എല്ലാവരും, നാട്ടുകാരെല്ലാം, ഗ്രാമീണരെല്ലാം ഓടി വന്ന് ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊരു പക്ഷെ നന്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇത് നന്മയ്ക്കല്ലെന്ന് ആർക്കറിയാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ പോയ കുതിര കാട്ടിൽ നിന്ന് വേറെ ചില കുതിരകളെ കൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഓടി വന്ന് ഇദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വന്നു, സന്തോഷിക്കാൻ വന്നു. നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ നഷ്ടമായില്ല, ഏറ്റവും അനുഗ്രഹമായിട്ട് മാറി, ഏറ്റവും വിടുതലായിട്ട് മാറി. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇതും ഒരു നന്മയ്ക്കല്ല എന്ന് എന്ത് പറയാൻ പറ്റും? അദ്ദേഹം അതിലും ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ കണ്ടൊരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പം മറ്റ് കുതിരയെ പോലല്ല, കാട്ടിലെ കുതിര മെരുങ്ങാത്തതാണ്, ആമേൻ അടങ്ങാത്തതാണ്. അതിന്റെ മുകളിൽ ആ മോൻ കയറി, അവരുടെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലെ മകൻ, 2ാമത്തെ മകൻ കയറി അതിനെ മെരിക്കാൻ നോക്കുമ്പോൾ അതിന്റെ മേളിൽ നിന്ന് വീണി പയ്യന്റെ കാലൊടിഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് പറഞ്ഞു, ഭയങ്കര കഷ്ടമായിപ്പോയി. വീണ്ടും ഗ്രാമീണരെല്ലാം പറഞ്ഞ് ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നു. എന്നാലും നിങ്ങൾ ആ കുതിരയൊക്കെ വന്നു കൊച്ചിന്റെ കാലിൽ ഒടിഞ്ഞിങ്ങനെ വിഷമമായിപ്പോലും. അന്നേരവും വീണ്ടും പറഞ്ഞത്, ഇതും നന്മയ്ക്കല്ലെന്ന് ആരറിഞ്ഞു? കുറച്ചു ദിവസം കഴിഞ്ഞപ്പം അവരുടെ രാജ്യത്തൊരു യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ സൈന്യത്തെ തികയാതെ വന്നപ്പോൾ രാജാവ് ആജ്ഞ കൽപ്പിച്ചു ഇട്ടു, എല്ലാ യങ്സ്റ്റേഴ്സിനെയും, ചെറുപ്പക്കാരെയും പട്ടാളത്തിലേക്ക് നിർബന്ധിത സേവനത്തിന് വിളിക്കുവാൻ പട്ടാളക്കാർ ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയാണ്. ഓരോ വീട്ടിലും കയറി ഇറങ്ങുക. അപ്പം ഓരോ വീട്ടിലും കയറി ഇറങ്ങി പിള്ളേർ കൊണ്ടുപോവുകയാണ് പട്ടാളത്തിൽ. അങ്ങനെ ഈ വീട്ടിലും വന്നപ്പം കാലൊടിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചനെ എങ്ങനെ കൊണ്ടുപോകാനാ? അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം നാട്ടുകാരെല്ലാം വന്ന് പറഞ്ഞു, എന്തായാലും അത് നന്മയ്ക്കാക്കി മാറ്റിയല്ലോ. ആമേൻ ഈ കുതിരപ്പുറത്തൊന്ന് വീണ് കാലൊടിഞ്ഞതും നന്മയാക്കി മാറ്റിയല്ലോ. ഉടനെ അദ്ദേഹവും വീണ്ടും മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അതും നന്മയ്ക്കാണെന്ന് ആർക്കറിയാം? ഒരുപക്ഷെ ദൈവം അറിയുന്നു എന്ന് അദ്ദേഹത്തിന്റെ മറുപടി. ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരെത്തും പിടിയില്ല, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമുക്കൊന്നും അതിനെക്കുറിച്ച് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് പകൽ ഈ വാക്യത്തെ വിശ്വസിക്കാൻ ദൈവമക്കൾക്ക് പറയാൻ കഴിയും, ആമേൻ, എനിക്ക് മനസ്സിലാക്കുന്നില്ലെങ്കിലും നന്മയ്ക്കാക്കി സകലത്തെയും മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം എൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ കുടുംബത്തിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ തലമുറയുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പോടെ വിശ്വസിക്കാൻ ദൈവമക്കൾ ഇന്ന് പകൽ നിരാശപ്പെട്ട് ഈ ആരാധനയിലായിരിക്കുകയല്ല, പലതും നഷ്ടപ്പെട്ടവരെ പോലെ ഇരിക്കുകയല്ല. ഇന്ന് പകൽ ഒരുപക്ഷെ നിനക്ക് നഷ്ടമുണ്ടെങ്കിലും, കഷ്ടമുണ്ടെങ്കിലും, പരാജയമുണ്ടെങ്കിലോ, തിന്മയുണ്ടെങ്കിലും സ്വർഗം പറയുന്നു അതിനെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവ, അതിനെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവ. നഷ്ടപ്പെട്ട നിന്റെ നാളുകളെ, നഷ്ടപ്പെട്ട വർഷങ്ങളെ തിരികെ തരാൻ കഴിയുന്നൊരു സ്വർഗമുണ്ടെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ, ദൈവത്തിന് മഹത്വം അർപ്പിക്കട്ടെ. ദൈവത്തിൽ ആശ്രയമുള്ളവർ ധൈര്യത്തോടെ പറയാൻ കഴിയണ സകലതും നന്മയ്ക്കാക്കി ചെയ്യുന്നൊരു ദൈവം. സ്തോത്രം. ജീവിതത്തിൽ എന്തോ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് വ്യാകുലപ്പെടുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ കണ്ടു, ഒരു മോൻ ആത്മഹത്യ ചെയ്തു. 12th പഠിക്കുന്ന ഒരു കൊച്ച്. സ്തോത്രം. അവന്റെ 1ാമത്തെ പരീക്ഷ എഴുതിയപ്പം എല്ലാം മറന്നു പോവുകയാണ്. പരീക്ഷ എഴുതുന്നതെല്ലാം മറന്നു പോകുന്നു. വീട്ടിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്തു. സ്തോത്രം. ദൈവമക്കളെ, പരീക്ഷയ്ക്ക് മറന്നുപോയാൽ അടുത്ത പരീക്ഷയ്ക്ക് എഴുതി ജയിക്കാം.
ആത്മഹത്യ കൊണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യപ്പെടുക. പെന്തക്കോസ് കുടുംബത്തിലെ ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ആത്മഹത്യ ചെയ്യപ്പെട്ടു. ഒരു പാസ്റ്ററുടെ മകൻ. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കൾ ഓർക്കുക, കൊച്ചു കുഞ്ഞുങ്ങൾ പ്രഷർ താങ്ങാൻ വയ്യാതെ ആത്മഹത്യയിലേക്ക് ഓടിപ്പോകുന്നതിന്റെ പിമ്പിലെ കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ഭയം. ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള വ്യാകുലത. ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ആമേൻ. കണ്ണുനീരിന്റെ അനുഭവത്തിന്റെ ശോധനയാ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും വ്യാകുലതകളേറെ ഉണ്ടെങ്കിലും എന്റെ കർത്താവ് അതിനെ മാറ്റുവാൻ വിശ്വസ്തനാണ്. അതിനെ നന്മയ്ക്കാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയണം. ഒരുപക്ഷെ നിനക്ക് ഇപ്പൊ പരാജയമാണെന്ന് ലോകം പറഞ്ഞേക്കാം, നീ തോറ്റുപോയെന്ന് ലോകം പറഞ്ഞേക്കാം, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ സ്വർഗം പറയുന്നു, നന്മയ്ക്കാക്കി അതിനെ മാറ്റാ കരുത്തുള്ളൊരു സ്വർഗ ഇന്ന് പകൽ ദൈവമേതല നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. എല്ലാം ദൈവം നന്മയ്ക്കാക്കി ചെയ്യുന്നൊരു കർത്താവ്. ഇവിടെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ആ ധൈര്യത്തോടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, സകലതും നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇവിടെ ഈ വിശ്വാസത്തിൽ ദൈവത്തിന്റെ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ വാക്യം കണ്ടോ, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമ്മളെ ഉറപ്പിക്കുന്നൊരു വാക്യമാണ്. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് ഞാൻ, ആ വാക്യം എന്താണ്? അറിയുന്നു. തോന്നുന്നു എന്നല്ല, സ്തോത്രം, സാധ്യതയുണ്ടെന്നല്ല, എനിക്ക് ഉറപ്പാ. സ്തോത്രം. ഇപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു തോന്നലല്ല. ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയണം. പലർക്കും ഒരു തോന്നലായി തോന്നുന്നത് കൊണ്ടാണ് പല വിഷയത്തിന്റെ മുമ്പിൽ നമ്മൾ തളർന്നു പോകുന്നത്, നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പകൽ ഓർക്കുക, ക്രിസ്തീയ ജീവിതം ഉറപ്പുള്ള ജീവിതമാണ്. സ്വർഗം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പോടെ ചെയ്യുന്നൊരു ദൈവമാണെന്നുള്ള ഉറപ്പാണ് അകത്ത് ദൈവമക്കൾ പ്രാപിക്കേണ്ടത്. ഞാൻ ആ ഭാഗത്തിന്റെ ഒരു ചിന്ത വേഗം ദൈവമക്കൾ ഓർക്കണം. ഇവിടെ ഈ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പം 8-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇപ്പൊ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ആ പുസ്തകം അവസാനിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, യാതൊരു ശക്തിക്കും എന്നെ ക്രിസ്തുവിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ശിക്ഷാവിധി മാറിയൊരു ദൈവപൈതലിനെ ലോകത്തിലെ ഒരു ശക്തിക്കും ആ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പറ്റത്തില്ല. ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ എന്തിനു നിരാശപ്പെട്ടിരിക്കുന്നു, എന്തിന് ഭാരത്തോടിരിക്കുന്നു? നിങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ നാളെയെക്കുറിച്ച് ഇരുട്ടായിരിക്കാം കയറി നിൽക്കുന്നത്. എന്നാൽ ഈ വചനം ഉറപ്പ് പറയുന്നു, എന്റെ ശിക്ഷാവിധി മാറ്റിയ കർത്താവ്, നരകത്തിൽ നിന്നെ മാറ്റിയ കർത്താവ്, ആ സ്നേഹത്തിൽ നിന്നെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നുള്ള ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽ ധൈര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. കാരണം എന്നെ ആരും മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ, എന്നെ ആരും കാണാതിരുന്നപ്പോൾ എന്നെ വിളിച്ച സ്വർഗത്തിന്റെ സ്നേഹത്തെ ഇന്ന് പകൽ ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. അവിടെ ധൈര്യപ്പെടുത്തുന്ന അടുത്തൊരു വാക്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ആമേൻ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കാണുവാനേ കഴിയും ദൈവത്തിന്റെ ആ ഉദ്ദേശത്തെ നിങ്ങൾ കാണുക. മുന്നറിഞ്ഞവരെ അവൻ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചു. ഇത് മുഴുവൻ ചെയ്യുന്നത് ആരാ? നമ്മുടെ പാർട്ടിയിൽ നിന്നൊന്നുമില്ല. പാസ്റ്റർ അല്ല ചെയ്യുന്നത്, ഇവിടുത്തെ കൗൺസിലല്ല ചെയ്യുന്നത്, നാട്ടുകാരല്ല ചെയ്യുന്നത്, സമൂഹമല്ല ചെയ്യുന്നത്. ഇത് മുഴുവൻ സ്വർഗമാണ് ചെയ്തത്, അല്ലേ? മുന്നറിവ് നമ്മുടെ മേൽ വന്നു, വിളി നമ്മുടെ മേൽ വന്നു. വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ച കർത്താവ്. ഇവിടെ ദൈവമക്കൾ ഓർക്കുക, അവൻ നമ്മളെ മുന്നറിഞ്ഞു, മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ വിശുദ്ധീകരിച്ചു, തേജസ്കരിച്ചു. അപ്പൊ ഇതെല്ലാം ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവമക്കൾ ഓർക്കുക, കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ എൻഡ് വരെ കർത്താവ് ചെയ്യും. ഇടയ്ക്ക് അവസാനിപ്പിക്കുന്നൊരു ദൈവമല്ലെന്നുള്ള ഉറപ്പല്ലേ ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് തരുന്നത്? ആദ്യത്തെ വാക്യം പറഞ്ഞിട്ട് അതിനോട് കണക്ട് ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആമേൻ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം പറയുന്നു, അവൻ എന്നെ കണ്ടു മുന്നറിഞ്ഞു, ആ കർത്താവ് എന്നെ വിളിച്ചു, വിളിച്ചെന്നെ നീതീകരിച്ചു, നീതീകരിച്ച കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു. ആ തേജസ്കരണം വരെയുള്ള ഉറപ്പ് എനിക്ക് തന്നേക്കുകയാ. അതിൻ്റെ ഇടയിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ, എന്റെ മേലുള്ള പദ്ധതിയെ
മാറ്റാൻ, എന്റെ മേലുള്ള വാഗ്ദത്തത്തെ മാറ്റാൻ, എന്റെ മേലുള്ള ദൈവ പ്രവൃത്തിയെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഞാൻ ഉറയ്ക്കുന്നു എന്ന് പറയുമ്പോ ഇന്ന് പകൽ അത് പ്രാപിച്ച ദൈവ പൈതൽ ധൈര്യത്തോടെ സ്തോത്രം ചെയ്യണോ. ആമേൻ. ആ വിശുദ്ധീകരണം വരെ എന്നെ സൂക്ഷിക്കാമെന്നുള്ള ഉറപ്പാ സ്വർഗം നിന്നെ വിളിച്ചപ്പോ തന്നതെങ്കിൽ ഇന്ന് പകൽ ശത്രുവിന് വിട്ടുകൊടുക്കുവാൻ, പ്രതികൂലത്തിന് വിട്ടുകൊടുക്കുവാൻ, പ്രതിസന്ധികൾക്ക് വിട്ടുകൊടുക്കുവാൻ കർത്താവിന് മനസ്സില്ലെന്ന് ആത്മാവ് ദൂത് പറയുകയാ. ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് ഉറപ്പോടെ പറയാൻ പറ്റുമോ? ഇന്ന് പകൽ തന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ഒരു ദൈവ, ആരംഭമിട്ടവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യോ. നിന്നെ ഉയർത്തുവാൻ ദൈവം ആരംഭമിട്ടെങ്കിൽ നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ, നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ ഉയർത്തുവാൻ ദൈവം പ്രാരംഭം കുറിച്ചെങ്കിൽ അതിന്റെ അവസാന സ്റ്റെപ്പ് വരെ ഉറപ്പോടെ നിർത്തുന്നൊരു സ്വർഗമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ അഭിഷേകത്തോടുന്ന പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആരംഭമിട്ടവൻ ആമേൻ ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകുന്നൊരു ദൈവമല്ല, അവിടെ എത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയോട് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്, നോഹയോട് പെട്ടകം പണിയാൻ പറഞ്ഞ കർത്താവ് പെട്ടകം പണിയാൻ പറഞ്ഞു, അതിനകത്ത് കയറാൻ പറഞ്ഞു. ആമേൻ. പിന്നെ ഉണ്ടായ മഴയും അതിശക്തമായ ആമേൻ പേമാരിയും ദേശത്തെ ജലത്തെ ഉയർത്തിയപ്പോൾ ദൈവമക്കൾ ഓർക്കുക, എത്രത്തോളം ഈ ജലം ഉയരുന്നുവോ അത്രത്തോളം ഈ പെട്ടകവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നിന്റെ പ്രതികൂലം ഉയരുന്നുവോ അതിനൊപ്പം നിന്നെ സ്വർഗം ഉയർത്തിക്കൊണ്ടിരിക്കും. നീ അത് താഴെ പോകത്തില്ല. സ്വർഗം നിന്റെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാ, നിന്റെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. കാരണം നീ പറഞ്ഞ നിന്റെ ഇഷ്ടത്തിന് കയറുതല്ല, സ്വർഗം നിന്നെ മുന്നെറിഞ്ഞതിനകത്ത് കയറ്റിയതാ. നിന്റെ കുടുംബം താണുപോകാൻ, നിന്റെ തലമുറ താണുപോകാൻ, നിന്റെ വാഗ്ദത്തം താണുപോകാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗം അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമാ. ഇനി നിങ്ങൾ ഓർക്കുക, ആമേൻ, വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ കൈവിട്ടിട്ട് പോയൊരു ദൈവമല്ല സ്വർഗത്തിലെ ദൈവം. ആരാറാത്ത് പർവ്വതത്തിൽ അതിനെ ഉറപ്പിച്ച ദൈവ. ഇന്ന് പകൽ ദൈവമക്കളെ ഏറ്റവും താഴെ എന്ന് കൊണ്ടുവന്ന് ഏറ്റവും മുകളിൽ അതിനെ ഉറപ്പിച്ച ദൈവം നിർത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, പല കൊടുങ്കാറ്റും പല തിരമാലകളും ആഞ്ഞടിക്കുമ്പോ ഈ പടക് എവിടെയെങ്കിലും ഒലഞ്ഞു പോകുമോ നിങ്ങൾ ചിന്തിച്ച രാത്രികളില്ലേ? പരിശുദ്ധാത്മ പറയുന്നു, സ്വർഗം പറഞ്ഞിട്ടാണോ നീ യാത്ര തുടങ്ങിയത്? നിന്റെ പടകിനെ ഉറപ്പിക്കാൻ, നിന്റെ ജീവിതത്തെ ഉറപ്പിക്കാൻ സ്വർഗം ചിലത് കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിനെ പുറത്തു കൊണ്ടുവരികയാ. അവൻ അവിടെ എത്തുന്നത് വരെ നിന്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, നിന്റെ തലമുറയെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം. ഇന്ന് പകൽ വിശ്വാസത്തോടെ എത്ര ദൈവമക്കൾക്ക് ആത്മാവിൽ പ്രതികരിക്കുവാൻ കഴിയോ? അക്ഷരങ്ങൾ തുറന്ന് അല്പസമയം കർത്താവിന് മഹത്വം അർപ്പിക്കട്ടെ. നിന്റെ ഭാരം ഇന്ന് പകൽക്കാലം മാറട്ടെ, നിന്റെ വേദനകൾ മാറട്ടെ. അടിസ്ഥാനമിട്ടവൻ ആമേൻ പണി ഇന്ന് പകൽക്കാലം അവസാനിപ്പിക്കാതെ ഒരിക്കൽ പോലും പിന്മാറത്തില്ലെങ്കിൽ ആരംഭം കുറിച്ച ദൈവം, ഉയർത്തുവാൻ പദ്ധതിയിട്ട ദൈവം. ഇന്ന് പകൽ അവസാനം വരെ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ആ ദൈവം നിന്റെ കുടുംബത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും വരെയും കൂടെ നിൽക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. വിശുദ്ധ മേശയിലേക്ക് ഇന്ന് പകൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് ഉയർത്താം. ആമേൻ. നമ്മളെ മുന്നറിഞ്ഞ കർത്താവ്, നമ്മളെ വിളിച്ച കർത്താവ്, ഇന്ന് പകൽ ആ വിളിയെ സ്വീകരിച്ച് ആമേൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളോട് ആത്മാവ് ഓർപ്പിക്കുന്നു. ആ വിളിയിൽ വിശുദ്ധിയുടെ ആവശ്യം സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് പറയുക. അവൻ നമ്മളെ വിശുദ്ധീകരിച്ച ദൈവമാ. ശത്രു പലപ്പോഴും തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ആ യേശുവിൻ്റെ നിർമ്മല രക്തം നമ്മളെ ശുദ്ധീകരിച്ചു. നമ്മുടെ പാപക്കറകളെ കഴുകിയെങ്കിൽ, നമ്മുടെ തിന്മകളെ പോക്കിയെങ്കിൽ, ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ആ കാൽവറിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ.